കോഴിക്കോട് കണി കുറ്റ്യാടിക്ക് സമീപം ചൂരണിയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടി വെക്കാൻ വൈകുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിനിറങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഭീതി പരത്തിയ കുട്ടിയാനയെ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. കുറ്റ്യാടി കാവിലമ്പാറയിലെ ജനങ്ങൾ ഭീതിയിലാണ്. കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഇവിടെ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. നാട്ടിലിറങ്ങിയ കാട്ടാനയെ ഉടൻ തന്നെ പിടികൂടണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ആക്രമണത്തിൽ വീട്ടുമുറ്റത്ത് നിന്ന് 2 പേർക്ക് പരിക്കേറ്റത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അന്ന് തന്നെ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും കാട്ടാനയെ പിടികൂടാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. ആന തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്ത് ഒരു പ്ലാവേ ചക്ക ഉണ്ടായിരുന്നു. അത് പറിച്ചു പൊട്ടിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മുറ്റത്ത് തുടങ്ങിയപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, റോഡെ ഇങ്ങോട്ട് വരുമല്ലോ, ഇച്ചിരി മറവിലായിരുന്നു. അപ്പം എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ട് ഞാനത് പറയാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അന്നേരത്തേക്കും ആന എന്നെ ഓടിച്ചു. ചേട്ടൻ ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ പുറകെ തിരിഞ്ഞാന. വന്യമൃഗശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് കാവിലമ്പാറ പഞ്ചായത്ത്. ആനക്ക് പുറമെ കാട്ടുപന്നി, കുരങ്ങ് എന്നിങ്ങനെ നീളുന്നു വന്യമൃഗശല്യം. ഇപ്പോൾ എനിക്കിന്ന് പറയാൻ ചെയ്ത് 2 ആഴ്ച കാലമായി ഈ മേഖലയിൽ കിടന്നിട്ട് ഈ ആനക്കുട്ടി ഇങ്ങനെ വിരകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാരണം വെച്ചാൽ പ്രദേശവാസികൾ ഓടിക്കുകയും അത് എന്താ പറയണ്ടേ, ഞാനൊരു അനുഭവസ്ഥയാണ്. ഞാനും എൻ്റെ മകനും ഇതിനിടയിൽ എന്താ പറയണ്ടേ സ്കൂട്ടിയും കാര്യങ്ങളായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എനിക്കുണ്ട്. ആഴ്ചകളോളമായി ഭീതി പരത്തുന്ന അക്രമകാരിയായ ആന കുട്ടിയാനയാണെന്ന് പറഞ്ഞ് വനംവകുപ്പ് നിസ്സാരവൽക്കരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ വെറും കാറ്റിൽ പടർന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു ചുറ്റുവട്ടത്തിൽ ഇത്രയും ആന പരിഭ്രാന്തി പരത്തി ഈ 2 ദിവസത്തിനുള്ളിൽ, മാസങ്ങളല്ല 2 ദിവസത്തിന് മുമ്പിൽ വരെ ഈ ആന പരിഭ്രാന്തി പരത്തി നിർത്തിയ ഒരു സ്ഥലത്ത് ഉദ്യോഗസ്ഥർ വേണ്ടപ്പെട്ട സ്ഥലത്ത് തമ്പടിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു കോഴിക്കോട് ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഇവിടെ വരേണ്ട സമയം 2 മണിക്കൂർ മതി. എന്നിട്ട് പോലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ലെന്നുള്ളതാണ് വേറെ സത്യം. പ്രദേശത്ത് ഫെൻസിംഗ് നടത്തി വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ സ്ഥാപിച്ച പല ഫെൻസിങ്ങുകളും വന്യമൃഗങ്ങൾ തകർത്ത നിലയിലാണ്. 5 കോടി രൂപ ചെലവഴിച്ച് പുതിയ ഫെൻസിംഗ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പ്രതിവിധി ഇപ്പോൾ ഇങ്ങനെ പല സർക്കാരിൻ്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ സോളാർ ഫെൻസിങ് നടത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു 5 കോടി രൂപ ചെലവിൽ നബാർഡ് എയ്ഡഡ് ആയിട്ടുള്ള ഒരു സോളാർ ഫെൻസിങ് വർക്ക് ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധമാണ് ഇപ്പോൾ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്നത്. അതിനാൽ വനംവകുപ്പിന്റെ മുഴുവൻ സമയ നിരീക്ഷണം പ്രദേശത്ത് വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഫെൻസിംഗ് സംവിധാനം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ആന കുട്ടിയാണെന്ന് പറഞ്ഞ് ലഘൂകരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കമാണ് ഇന്ന് ആ കുട്ടിയാന വട്ടം കറക്കി ഓടിച്ചത്. ഏതായാലും ഈ ഒരു കുട്ടിയാന മാത്രമല്ല, കാട്ടുപന്നിയും ഇവിടെ സ്ഥിരം ശല്യക്കാരാണ്. ചൂരന് നിവാസികൾക്ക് ഇനിയും ഏറെയുണ്ട് പറയാൻ. ഇപ്പം ഞങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ പ്രതിഷേധം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾ, കുഞ്ഞു മക്കളില്ലേ സ്കൂളിൽ പോകുന്നതാണ്. ആ കുട്ടികൾക്ക് ഇപ്പം സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. അങ്ങനെ പോയാൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? ഇപ്പം ഈ 75 വയസ്സുള്ള ഒരു അമ്മയാണത്. ഇവരുടെ വീടിൻ്റെ മുറ്റത്താണ് കഴിഞ്ഞ ദിവസം പോയിട്ട് തെങ്ങും ഇതെല്ലാം പറിച്ചത്. എങ്ങനെയാണ് ഇവർ ജീവിക്കുക ഇവിടെ? ഞങ്ങൾ എന്ത് സുരക്ഷിതമാണല്ലേ? പണിക്ക് പോകാനാകുന്നില്ല. രാവിലെ പണിക്ക് പോയാൽ ആന പിടിക്കുന്നു. ഇത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആന അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിയാനെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തോ കൂട്ടം തെറ്റി വന്നതാണ്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തും. വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെ. ആന, കുരങ്ങ്, പന്നി അതുപോലുള്ള മൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ കൃഷിക്കാർക്ക് യാതൊരുവിധ കൃഷികളും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരു സ്ഥിതി ഇപ്പം നിലവിലുണ്ട് കുറേ വർഷങ്ങളായിട്ട്. ഒരു കൂട്ടം ആന, 4-5 ആന വന്നിട്ട് ഈ വേലി, നിലവിൽ ആദ്യം ഒരു സാധാ കെട്ടിയ വേലി ഉണ്ടായിരുന്നു, അത് ചവിട്ടി ഫെൻസിങ്ങിൻ്റെ പുറത്തിട്ടപ്പോൾ അത് മറിഞ്ഞുപോയി. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങി ഒരു 100 മൂട് കപ്പ ഉണ്ടായിരുന്നു. ആ കപ്പ മുഴുവനും കുറേ തെങ്ങും തൈ, കവുങ്ങ്, കുറേ വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടാണ് പോയത്.
ഏതായാലും ചൂരണി നിവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന കുട്ടിയാനെ വേഗത്തിൽ പിടികൂടട്ടെ, മയക്കുവെടി വെച്ച് അങ്ങനെ സുരക്ഷിതമായ ഒരിടത്തേക്ക്, നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കാത്ത ഒരിടത്തേക്ക് അതിനെ മാറ്റട്ടെ.